ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അധികം ആരും കഴിച്ചിട്ടില്ലാത്ത ഒരു ഉപ്മാവാണ്. ഇത് കണ്ടോ, ഈ വെർമിസെല്ലി ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ട് ഇതുപോലെ ചെറിയ സൈസിലെ വെർമിസെല്ലി ഇത് കണ്ടോ, ഇങ്ങനെ മുറിച്ച് വരുന്നത്. ഇതല്ല, 2 കപ്പാണ് എന്ന് വെച്ചാൽ 250 ml കപ്പിന് 2 കപ്പ്. ആദ്യം കണ്ട് പാനൊക്കെ ചൂടായിരിക്കും, അതിലേക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ നിറമൊന്നും ഒത്തിരി മാറരുത്, ചെറുതായിട്ടൊരു റോസ്റ്റ് സ്മെല്ല് വരണം, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഉപ്പിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിക്കാൻ. ആ വെള്ളത്തിന് അതിലോട്ട് ഇത് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് വേവിക്കരുത്. ചില ആളുകളൊക്കെ നേരെ അങ്ങ് ഉണ്ടാക്കുക. നേരെ ഉണ്ടാക്കി കഴിയുമ്പോൾ അങ്ങ് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ആ സ്റ്റാർച്ചും എല്ലാം നമ്മൾ കഴിക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. കൂടരുത്, കൂടി കഴിയുമ്പം പെട്ടെന്ന് കരിയും. ഇപ്പം അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറി ഒരു നല്ല സ്മെല്ലായി വരിക. ഇത്രയും മതി. ഇനി നമുക്ക് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനകത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇതിടാം. ഇത് അതിന് മാത്രമൊന്നും സമയം എടുക്കത്തില്ല ഇത് വേകാനായിട്ട് കേട്ടോ. അത് ഫ്ലെയിം ഇച്ചിരി കൂട്ടി വയ്ക്കണം. ഇനി ഒന്ന് വേകട്ടെ. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് വെന്തിരിക്കും. നമ്മൾ ആ വെർമിസെല്ലി എല്ലാം പുഴുങ്ങിയെല്ലാം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതുകൊണ്ട് പാൻ വെച്ച് പാൻ ചൂടായി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുകെല്ലാം പൊട്ടി അതിലേക്ക് ഇത്രയും കാഷ്യൂനട്ട് ഒരു 10 എണ്ണത്തോളം ഉണ്ട്. അതിലേക്ക് ഇത്രയും കിസ്മിസ് എന്ന് വെച്ചാൽ ഉണക്കമുന്തിരി, ഇത്ര ഉഴുന്ന്, ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിളർന്ന ഉഴുന്നാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇനി അതിലേക്ക് ഇഞ്ചി, ഒരു ചെറിയ കുഞ്ഞു പീസ് ഇഞ്ചി, കറിവേപ്പില, ഒരു സവാള അരിഞ്ഞത്, നമ്മൾ ഉപ്പിട്ടാണ് വെർമിസെല്ലി പുഴുങ്ങി വെച്ചിരിക്കുന്നത്. എന്നതാണ്ട് ഇത്രയും അര ടീസ്പൂൺ ഉപ്പൂടെ ഞാൻ ഇടുക. ഇനി അതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസാണ്, 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്. ഫ്ലെയിം ഇച്ചിരി കൂട്ടി വയ്ക്കണം. നേരത്തെ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിരിക്കുമായിരുന്നു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്, അതിലേക്ക് ഒരിച്ചിരി കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് മഞ്ഞ കളറിലെ ക്യാപ്സിക്കം, റെഡ് കളറിലെ ക്യാപ്സിക്കം, രണ്ടും 1/4 കപ്പ് വീതം. ഇനി ഇത് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത്രയും വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒരു 2 നുള്ള മഞ്ഞൾപ്പൊടി, നമുക്കൊന്ന് അടച്ചു വയ്ക്കാം.
അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റോളം ഇത് വെച്ചിട്ട്, കാരണം ഇത് ആ ക്യാപ്സിക്കത്തിന് വേവൊന്നുമില്ല, പക്ഷേ ആ ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ഒന്ന് വേകണം ഇച്ചിരി, അതിനത്രയും. ഇപ്പം എല്ലാം സെറ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന, ഇനിയിപ്പം നമ്മളാണ്ട ആ കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർക്കണം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കണം. നമ്മളാണ്ട ഇങ്ങനെ വേവിച്ച് ചേർക്കുമ്പം നല്ലതായിട്ടിരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും. മറ്റേ വേവിക്കാതെ ഇതിൽ നേരെ അങ്ങ് ചേർത്ത് വെക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. ഇത് കണ്ടോ, നല്ല വൃത്തിയായിട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കണ്ടോ, അതാണ്ട് ഞാൻ ഇത്രയും തേങ്ങയും കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ്. ഇത്രയും വളരെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ. മല്ലിയില നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തു, എന്നാലും നല്ല മണമാണ് അത് ഇടുമ്പോൾ. ലാസ്റ്റ് അതിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടണം. അപ്പം നല്ല ടേസ്റ്റ്. അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടും. പഞ്ചസാര നിങ്ങൾക്ക് ഇടണ്ടെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാം കേട്ടോ. പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി വയ്ക്കണം. ഇളക്കി ഒരു 2-3 മിനിറ്റ് കൂടെ. കാരണം എന്നാണ്ട് ഇത് നോക്കിയേ, ഇത് കണ്ടോ വെന്തത്. എടുക്കുമ്പം നല്ലോണം മുറിഞ്ഞു പോവും. അത്രയും മതി. എല്ലാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് ആവി കയറ്റി കഴിയുമ്പോൾ റെഡിയാവും. അപ്പോഴത്തേക്ക് സെറ്റാകും. അപ്പോൾ പഞ്ചസാരയൊക്കെ അത് നന്നായിട്ട് പിടിച്ച് റെഡിയാകും. ഇപ്പം 3 മിനിറ്റ്സായി. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. കണ്ടോ, നല്ല സൂപ്പറായിട്ട് റെഡിയായി ഉപ്പുമാവ്. നല്ല സെറ്റായി. അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. 3 മിനിറ്റ്സ് ഇരുന്നതേ ഉള്ളൂ. 5. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് വീണ്ടും ഉണ്ടാക്കും നിങ്ങൾ. അപ്പം അടുത്ത നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.